പത്തനംതിട്ടയിലും കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. CK അഭിലാൽ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാൽ, ഗുഡ് മോർണിംഗ്. എന്തായാലും പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി വന്ന അലേർട്ടുകൾ പ്രകാരം അവിടെ മഴ മുന്നറിയിപ്പൊന്നും ഇല്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗ്രീൻ അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് നമ്മൾ വിചാരിക്കും ഈ അലേർട്ടൊക്കെ കാണുമ്പോൾ. പക്ഷേ അങ്ങനെയല്ല. കഴിഞ്ഞ ദിവസം വിവിധയിടങ്ങളിൽ നിന്ന് അഭിലാൽ തന്നെ റിപ്പോർട്ട് ചെയ്താണ് പല വിധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം രാത്രി മുതൽ മഴയ്ക്കൊരു ശമനമുണ്ട് അല്ലെ? ഈ രാത്രി യാത്രാ നിരോധനമൊക്കെ ഉണ്ട് എന്നുള്ളത് ചെറിയൊരു പ്രശ്നമാണ്. എങ്ങനെയാണ് ജില്ലയിലെ ഒരു അവസ്ഥ ഇപ്പോൾ? പൂജ, ഗുഡ് മോർണിംഗ്. പിന്നിട്ട ഒരാഴ്ചക്കിടയിൽ പരിപൂർണമായി ഒരു രാത്രി മഴ മാറി നിൽക്കുന്നത് പിന്നിട്ട 12 മണിക്കൂർ സമയത്താണ്. ആനുപാതികമായ വെള്ളത്തിൻ്റെ തോതിലെ കുറവ് നദികളിലൊക്കെ തന്നെ കാണാം. നിറഞ്ഞൊഴുകുന്ന പമ്പയാണ് പശ്ചാത്തലത്തിലുള്ളത്. ആറന്മുള സത്രക്കടവിലാണ്. പുഴ കര തൊട്ട് ഒഴുകുകയാണ്. ഒരു 4-5 അടി കൂടി വെള്ളം വർദ്ധിച്ചാൽ കോഴഞ്ചേരി ചെങ്ങന്നൂർ പാതയിലേക്ക് വെള്ളം കയറാവുന്ന അവസ്ഥയിൽ വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ രാത്രിയിലുള്ള വെള്ളത്തിൻ്റെ അളവുമായി പരിശോധിക്കുമ്പോൾ ഇന്ന് രാവിലത്തെ കാഴ്ച നേരിയ ആശ്വാസം പകരുന്നതാണ്. മഴയിലെ കുറവ് കാരണം വെള്ളത്തിൻ്റെ അളവിൽ നേരിയ കുറവുണ്ട്. ഇറക്കം ആണ് എന്നുള്ളതാണ് ആറന്മുളക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ മഴ ലഭ്യമാവുന്ന സാഹചര്യത്തിൽ മാത്രമായിരിക്കും ആശങ്കയിലേക്ക് കാര്യങ്ങൾ അടുക്കുക. അതേസമയം ജില്ലയുടെ പൊതുവായ സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ അരയാഞ്ഞിലി മണ്ണ് ഇന്നലെ രാവിലെ വെള്ളം കയറി ഗതാഗതവും അതോടൊപ്പം തന്നെ കാൽനട യാത്രയും ഒക്കെ തന്നെ തടസ്സപ്പെട്ട അരയാഞ്ഞിലിമൺ കോസ്വേയിൽ നിന്നും വെള്ളം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി സാവധാനം ഇറങ്ങി ഇപ്പോൾ പരിപൂർണമായി നടന്നു പോകാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളടക്കം കാര്യമായ ഇടങ്ങളിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുകയോ ജനജീവിതത്തിൽ ബാധിക്കുന്ന തരത്തിലേക്കോ കാര്യങ്ങൾ എത്തിയിട്ടില്ല. ജില്ലയിലെ അംഗൻവാടികൾ മുതൽ പ്രൊഫഷണൽ കോളേജുകൾ വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ട്യൂഷൻ സെൻ്ററുകളുടെ പ്രവർത്തനം ചില കോടുകളിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അത്തരത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവയ്ക്ക് എതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. വെള്ളം കാണാൻ ഇറങ്ങിയതാണോ? അതെ, വെള്ളത്തിൻ്റെ അളവ് എന്തുമാത്രമുണ്ട്, അപകട ഭീഷണികളുണ്ടെന്ന് അറിയാണ്ടിറങ്ങിയതായിരുന്നു. ഇവിടെ അടുത്തുള്ള ആളാണോ? ഞാൻ ഇവിടെ അടുത്ത് ജോലി ചെയ്യുന്ന ആളാണ്. വെള്ളം ശരിക്കും നല്ലൊരു 1:45 ഞങ്ങളൊന്ന് നോക്കിയായിരുന്നു. വെള്ളം ഒരു 1 മീറ്ററോളം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു അപകടത്തിൻ്റെ യാതൊരു ഇതുമില്ല. പിന്നെ മഴ വീഴാനുള്ള ആശങ്കയുള്ളത്. ശരി. മുഴിയാർ ഡാമിൻ്റെ ഷട്ടറുകൾ ഇന്നലെ രാത്രി 11 മണിയോടുകൂടി തുറന്നിട്ടുണ്ട്. താരതമ്യേന ജില്ലയിലെ തന്നെ ചെറിയ സംഭരണികളിൽ ഒന്നാണ്. 190 മീറ്റർ എത്തിയപ്പോൾ റെഡ് അലേർട്ട് രാത്രി 9 മണിയോടെ പ്രഖ്യാപിക്കുകയും പിന്നീട് ജലനിരപ്പ് 192.23 എത്തിയതോടുകൂടി 11 മണിക്ക് ഡാം ഷട്ടറുകൾ തുറന്നു വിടുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. കക്കാട്ടാറിലായിരിക്കും നേരിയ തോതിൽ ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുക. ആ മേഖലയിലെ ആളുകൾ ജാഗ്രത പാലിക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ ജില്ലയുടെ മലയോര മേഖലകളിലേക്കുള്ള യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി കളക്ടർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബോട്ടിംഗ്, ഖയാക്കിംഗ്, കുട്ടവഞ്ചി സവാരികൾക്കും നിയന്ത്രണമുണ്ട്. ഈ മാസം 30 വരെ ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനത്തിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശരി, പത്തനംതിട്ടയിലെ വിവരങ്ങളാണ് CK അഭിലാൽ നമ്മളെടുത്ത് പറഞ്ഞത്. പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസമൊക്കെ ചിലയിടങ്ങളിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ടതാണ്. രാത്രി യാത്രാ നിരോധനമൊക്കെ ഉണ്ട്. പലയിടത്തേക്കും വിനോദസഞ്ചാര മേഖലകളിലൊക്കെ ജില്ലയിലും നിയന്ത്രണമുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പ്രത്യേകിച്ച് ഇന്ന് അലേർട്ടുകളൊന്നും പത്തനംതിട്ടയിൽ നൽകിയിട്ടില്ല എങ്കിൽ പോലും മഴ അത് ശ്രദ്ധിക്കുക തന്നെ വേണം. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മൊത്തത്തിലുള്ള കാര്യം പറയുമ്പോഴും പലയിടങ്ങളിൽ ഈ രീതിയിൽ മഴ തുടരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങൾ ദൃശ്യങ്ങളൊക്കെ കണ്ടതായിരിക്കുമല്ലോ. എന്നാലും പത്തനംതിട്ടയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി നൽകിയിട്ടുണ്ട്.